നെക്സ്റ്റ്, എ ഐ ഈസ് ദ സബ്സെറ്റ് ഓഫ് ഡാറ്റ സയൻസ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഡാറ്റ സയൻസിൻ്റെ ഒരു ഉപമേഖലയാണ്. അപ്പോൾ ഇതെല്ലാം ഡാറ്റ സയൻസിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ് ഡാറ്റ? ഡാറ്റ എന്ന് പറഞ്ഞാൽ വിവരങ്ങളുടെ സമാഹാരം. ഇത് സംഖ്യകളായോ വാചകങ്ങളായോ ചിത്രങ്ങളായോ വീഡിയോകളായോ ഏത് രീതിയിൽ വേണേലും രൂപപ്പെടുത്തിയതായിരിക്കാം ഡാറ്റ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഫോട്ടോസ്, പിന്നെ ഓരോ ദിവസവും നമ്മൾ ചാറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ, കണക്കുകൾ, ഇതെല്ലാം ഡാറ്റ എന്ന് പറയാം. ഇനി എന്താണ് സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം? നമ്മുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാനും അവയെ ഉപയോഗപ്പെടുത്താനുമുള്ള ഒരു മാർഗം, അതാണ് സയൻസ്. ശാസ്ത്രം പരിശോധിച്ച് സത്യം കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യും? പരീക്ഷണങ്ങൾ ഓർ എക്സ്പീരിമെന്റ്സ് ചെയ്യും. ഡാറ്റ സയൻസ് എന്ന് പറയുമ്പോൾ ഡാറ്റ ഉപയോഗിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശാസ്ത്രം എന്നാണ് അർത്ഥമാക്കുന്നത്. സാധാരണ ഡാറ്റയിൽ നിന്ന് ഉത്തരം കണ്ടെത്താനും പാറ്റേണുകൾ കണ്ടെത്താനും സഹായിക്കുന്നതാണ് ഡാറ്റ സയൻസ്. എക്സാമ്പിൾ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ നിർദ്ദേശിക്കുന്നു. ആമസോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. ഡാറ്റ സയൻസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സൂപ്പർ സെറ്റാണ്. അതിലൊരു 5 പ്രധാന ഘടകങ്ങളുണ്ട്. ഡാറ്റ കളക്ഷൻ, ഡാറ്റ എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ആപ്പ് ഡാറ്റ. നെക്സ്റ്റ്, ഡാറ്റ ക്ലീനിങ്, ഉപയോഗപ്രദമല്ലാത്ത വിവരങ്ങൾ ഒഴിവാക്കുക. അതാണ് ഡാറ്റ ക്ലീനിങ്ങിലൂടെ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ അനാലിസിസ്, ഡാറ്റ വിശകലനം. ഡാറ്റയിൽ പാറ്റേണുകൾ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, പ്രിഡിക്ഷൻ, മെഷീൻ ലേണിംഗ് പാറ്റേണുകൾ ഉപയോഗിച്ച് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നു. നെക്സ്റ്റ്, വിഷ്വലൈസേഷൻ, ഫലങ്ങൾ ഗ്രാഫ്, ചാർട്ട് തുടങ്ങിയവയുടെ രൂപത്തിൽ വിഷ്വലൈസ് ചെയ്ത് കാണാൻ സാധിക്കുന്നു. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിൻ്റെ ഒരു സബ്സെറ്റാണ്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ച് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ പാറ്റേൺസ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും മെഷീൻ ലേണിംഗിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എ ഐ എന്ന് പറയുന്നത് വിർച്വൽ അസിസ്റ്റൻ്റായ സിറി, ഒരാൾക്കൊത്ത് സംസാരിക്കുന്നതിന് എ ഐ എന്ന് നമുക്ക് പറയാം. എന്നാൽ ML എന്ന് പറയുന്നത് ആ ഒരു സിറി നിങ്ങളുടെ ശബ്ദത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ തിരിച്ചറിയുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ML യൂസ് ചെയ്യുന്നത്. അത് സംസാരിക്കുന്നത് ആരാണ്? എ ഐ ആണ്. പക്ഷെ അതിൽ നിങ്ങളുടെ ശബ്ദത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് നമ്മൾ പറഞ്ഞത്? ടീച്ചിങ് കമ്പ്യൂട്ടേഴ്സ് ടു ഐഡൻറ്റിഫൈ പാറ്റേൺസ് ആൻഡ് മേക്ക് പ്രഡിക്ഷൻസ് ഫ്രം ഡാറ്റ. പ്രീവിയസ് ഡാറ്റയെ ബേസ് ചെയ്ത് മെഷീൻസ് പഠിക്കുന്നു.